എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു എക്സാം നടന്നിരുന്നു. 10th ലെവൽ മെയിൻസ് ബേസ് ചെയ്തുള്ള ഒരു എക്സാം ആയിരുന്നു. അസിസ്റ്റൻറ്റ് കമ്പൈലർ എക്സാം ആണ് നടന്നത്, ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള. അപ്പോൾ അതിൻ്റെ എക്സാമാണ് വരുന്നത്. അപ്പോൾ 10th മെയിൻസുമായിട്ട്, അതായത് LDCയുമായിട്ടൊക്കെ സിലബസുമായിട്ട് സാമ്യമുള്ള ഒരു എക്സാമാണ് ഇന്ന് നടന്നിരുന്നത്. GK പാർട്ടല്ല, LDCക്ക് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ഇതിലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വളരെ വിലപ്പെട്ട ഒരു എക്സാം ആയിരുന്നു ഇന്ന് നടന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം, ആൻസേഴ്സ് ഒക്കെ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ആൻസർ കീ നോക്കാം. ഇന്ന് നടന്ന എക്സാം അസിസ്റ്റൻറ്റ് കമ്പൈലർ ഇൻ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാറ്റഗറി ബാർ നമ്പർ 059/2024 ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ കോഡ് നമ്മൾ നോക്കുന്നത് A കോഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ കാലഗണനാ ക്രമമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആറ്റിങ്ങൽ കലാപമാണ് ആദ്യം നടന്നത്. അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞ് കുളച്ചൽ യുദ്ധം നടന്നു. കുളച്ചൽ യുദ്ധം കഴിഞ്ഞ് ശ്രീരംഗപട്ടണം ഉടമ്പടി, അതുപോലെ തന്നെ നാലാമത് കുണ്ടറ വിളംബരം. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ബി 3, 1, 4, 2. ഒന്നാമത്തെ ക്വസ്റ്റിന് ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അപ്പോൾ മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക എന്നാണ്. അപ്പം ലോക വിപ്ലവങ്ങളും കുറച്ച് വ്യക്തികളും തന്നിട്ടുള്ള അതുമായിട്ടുള്ള സാമ്യം നമ്മൾ മനസ്സിലാക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കാം ആരൊക്കെയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, നമുക്കറിയാം തോമസ് പൈൻ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിലൊരു ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയറുമായിട്ട്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളീവിയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളീവിയർ. അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം ട്രൊട്സ്കി ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടിന് ആൻസർ വരുന്നു. 1 C, 2 A, 3 D, 4 B. ക്ലിയർ ആയ. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1857 കലാപം ആരംഭിച്ചത് അവധിലാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്കറിയാം 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണെന്ന്. അത് നമുക്ക് ബേസ് ആണ്, നമുക്കറിയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ശരിയായിട്ടുള്ളതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലാണ് കലാപം നയിച്ചത്. ക്ലിയർ ആയി. അതുപോലെ 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. അപ്പോൾ ഇതിന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വസ്തുതകൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബഡ്ജറ്റാണ് പതിവ് കണക്ക് എന്ന പേരിൽ അറിയപ്പെട്ടത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിത്താനം നടത്തി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തീട്ടപ്പെടുത്തി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ അന്റോണിയോ ഗുട്ടറൻസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയറ്റ്നയിലാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിലെ നിലവിൽ 15 അംഗങ്ങളാണുള്ളത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ഇതിൻ്റെ ആൻസർ വരുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 2 മാത്രമാണ് ശരിയായിട്ട്. അപ്പോൾ 5ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പാണ് വരുന്നത് ആൻസർ. അപ്പോൾ 6ന് ആൻസർ ഓപ്ഷൻ ബി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ താപീയ മധ്യരേഖയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരാഖണ്ഡ്
ടിബറ്റ് പ്രദേശങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അപ്പോൾ ഉത്തരാഖണ്ഡും ടിബറ്റ് പ്രദേശങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലിപ് ലേക്ക് ചുരമാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിൽ ഏത് ദേശീയ ജലപാതയിലാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5 ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സോർസൺ ആണ്. സോർസൺ. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. അപ്പം നബാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആസ്ഥാനം മുംബൈ ശരിയാണ്. ശിവരാമൻ കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിയാണ്. 1982 സ്ഥാപിച്ച ശരിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട്ട് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോടാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1966 മുതൽ 1969 വരെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം. 14ാമത്തെ ക്വസ്റ്റ്യൻ, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി നരസിംഹറാവു, നമുക്കറിയാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി മുംബൈയിലാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത്. അപ്പോൾ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി ശരിയായിട്ടുള്ളതാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി ശരിയായിട്ടുള്ള സവിശേഷത അല്ലാത്തതാണ്. അതുപോലെ തന്നെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ വിധേയത്വം, തൊഴിൽ വൈദഗ്ധ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 3 മാത്രമാണ് ഇത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്ത. അപ്പോൾ സവിശേഷത അല്ലാത്ത ഏതൊക്കെയാണ്? രാഷ്ട്രീയപരമായ വിധേയത്വം, താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണിയുമാണ്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി 1, 3 മാത്രമേ. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. വി ഹരി നായർ IAS ആണ് വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 2ാം വായനയാണ് വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള വസ്തുതകൾ. അപ്പം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ടാവും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. തെറ്റാണ്. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ 19ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 1 മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം 20ാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത്. അപ്പോൾ കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് എങ്ങനെയാണ് പോക്സോ ആക്ട് പ്രകാരം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സുനീതിയാണ്. 22, കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി രംഗശ്രീ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? തെറ്റായ വസ്തുതകൾ എന്നാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും
സംസാരിക്കാവുന്നതുമാണ്, ശരിയായിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്, ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല, അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ തെറ്റായ വസ്തുതകളൊന്നുമില്ല. അപ്പം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ലയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിട്ടുള്ളത്? അപ്പം ഏതാണ് ആൻസർ? ഓപ്ഷൻ എ അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. അപ്പോൾ 24 ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ഡി പ്രാഥമിക ഉപഭോക്താക്കൾ. 26 ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി കമൻസലിസം വരുന്നത്. 27 താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റോ കൺസർവേഷനിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ സി ജീൻ ബാങ്കുകൾ. 27 ആൻസർ ഓപ്ഷൻ സി ജീൻ ബാങ്കുകളാണ്. 28 ഹീമോഡയാലിസിസിൻ്റെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ ഹെപ്പാരിൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ, 26ാമത് PV മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ശ്രീമൻ നാരായണൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? ആൻസർ ഓപ്ഷൻ എ അഡ്ഹീഷൻ ബലമാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്ര? ആൻസർ ഓപ്ഷൻ ബി 11.2 km/s ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, 3ാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ചവണ. 33 ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ. 34 ഒരു ആംഫോസെറ്റിക് ഓക്സൈഡിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി ZNO സിങ്ക് ഓക്സൈഡ്. 35 കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി HG ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് ആൻസർ ആയിട്ട്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമത്തെയാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. 37 ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ എന്നീ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നിയോഡിമിയം. 38 അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സാധുജല പരിപാലന സംഘം രൂപീകരിച്ച് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാണ്, ശരിയായിട്ടുള്ളതാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി, ശരിയായിട്ടുള്ളതാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 39 ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിതയാരാണ്? ആൻസർ ഓപ്ഷൻ ബി PT ഉഷയാണ്. 40 കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? തെറ്റായിട്ടുള്ള ജോഡിയാണ് വരുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ജോഡി ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. സുഹറ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ജോഡി വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 40ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 41 പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത എന്നുള്ളത് ആരുടെ കലാസൃഷ്ടിയാണ്? ആൻസർ ഓപ്ഷൻ എ മൈക്കലാഞ്ചലോ ആണ് കലാസൃഷ്ടിയാണ്. 42 റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അഖിൽ P ധർമ്മജനാണ്. ഇപ്പം വൈറലായിട്ടിരിക്കുന്ന ഒരു നോവലാണല്ലോ റാം കെയർ ഓഫ് ആനന്ദി. അപ്പോൾ അത് PSC ചോദിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇറങ്ങിയതാണ്, ഇപ്പോഴാണ് വൈറലായിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരീക്ഷയ്ക്കും റാം കെയർ ഓഫ് ആനന്ദി ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അത് ആരാണ്? അഖിൽ P ധർമ്മജൻ്റെയാണ് റാം കെയർ ഓഫ് ആനന്ദി. ഓപ്ഷൻ സി അഖിൽ P ധർമ്മജൻ്റെയാണ്. ഈ നോവൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. 43ാമത്തെ ക്വസ്റ്റ്യൻ, സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം 43ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വിൻഡോസ് ആണ്. 44 ഈ ഗവേൺസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പോൾ ഈ ഗവേൺസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവന ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ശരിയായിട്ടുള്ളതാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു, ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ജനങ്ങൾ ഇങ്ങനെ ഓഫീസിലേക്ക് വരാതെ അങ്ങ് എപ്പോഴും ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക്, അതായത് ഗവൺമെൻറ് പ്രവർത്തനങ്ങളൊന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയാണ് ഈ ഗവർണൻസ് കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2 ആണ് വരുന്നത്. 44 ഓപ്ഷൻ സി.
45 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഗേറ്റ് വേ ആണ്. 46 വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലുകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുന്ന വിവരങ്ങൾ. ബാക്കിയെല്ലാം നമുക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ വിവരാവകാശ നിയമത്തിന് ക്ലാസ് നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട്. ആ ക്ലാസ് കണ്ടവർക്കെല്ലാം ഈ ആൻസറെല്ലാം പെട്ടെന്ന് കിട്ടും. അപ്പോൾ മാക്സിമം ആ ക്ലാസ് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. 47ാമത്തെ ക്വസ്റ്റ്യൻ, രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി വിവരാവകാശമാണ് ആൻസറായിട്ട് വരുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം പോക്സോ ആക്ട് 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? അപ്പോൾ ആർക്കെതിരെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. അപ്പോൾ 48ന് ആൻസർ ഓപ്ഷൻ ബി ആണ്. 49 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 പ്രകാരം ഒരു ക്രൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബത്തിൻ്റെ പരിധിയിൽ വരുന്നതാരെല്ലാം? കുടുംബത്തിൻ്റെ പരിധിയിൽ എല്ലാവരും വരും. ഭാര്യ ഭർത്താവ് വരും, രക്തബന്ധമുള്ള വ്യക്തികൾ ഒരു വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികളും വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് ആൻസറായിട്ട് വരുന്നത്, മുകളിൽ പറഞ്ഞവയെല്ലാം. 50ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അപ്പോൾ ഇനി അങ്ങോട്ട് മാത്സ് ആണ് വരുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.104 ആണ് വരുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ, 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ആൻസർ 11,025 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 53ൻ്റെ ആൻസർ വരുന്നത് 75 ഏത് സംഖ്യയുടെ 75% 15 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 20 ആണ് വരുന്നത്. 54ാമത്തെ ക്വസ്റ്റ്യൻ, 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യ കോൺ എത്ര ഡിഗ്രിയാണ്? ആൻസർ ഓപ്ഷൻ എ 30 ഡിഗ്രിയാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായോ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 6 വരുന്നത്. 56ാമത്തെ ക്വസ്റ്റ്യൻ, സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചത്? ആൻസർ ഓപ്ഷൻ ബി വികർണനത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി. 57ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി an+b ആണ്. 58 ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന്? ആൻസർ ഓപ്ഷൻ സി 105. 59 25% കിഴിവിൽ രാഹുൽ ഒരു സിറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സെറ്ററിൻ്റെ വില എന്തായിരുന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 800 ആണ് വരുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ, 15 തൊഴിലാളികൾ 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ആൻസർ ഓപ്ഷൻ ബി 24 ആണ്. ഇനി ഇംഗ്ലീഷാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഈസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 62ാമത്തേത്, ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓഫ് ആണ് വരുന്നത്. ഷീ അക്യൂസ്ഡ് മീ ഓഫ് ടോക്കിംഗ് ലൗഡ്ലി ആണ്. 63 വി ഹാവ് ബീൻ ലീവിങ് ഹിയർ ഡാഷ് 5 years ആണ്. വി ഹാവ് ബീൻ ലീവിങ് ഹിയർ ഫോർ 5 years എന്നാണ് വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 4 ആണ് വരുന്നത്. 64 സീന ഡാഷ് ടുമോറോ ടു അറ്റൻഡ് ദ വെഡ്ഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വിൽ കം ആണ് വരുന്നത്. 65 ഇറ്റ് വാസ് ഡാഷ് അൺഅനിമോസ് ഡിസിഷൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 66ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഹൂ ട്രീറ്റ്സ് സ്കിൻ ഡിസീസസ് ഈസ് നോൺ ആസ് ഡെർമറ്റോളജിസ്റ്റ്. സ്കിന്നുമായിട്ടുള്ള ഡിസീസുമായിട്ട് വരുന്നത് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻസർ ഓപ്ഷൻ ഡി ഡെർമറ്റോളജിസ്റ്റ് ആണ്. 67 ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസേഴ്സ്. ആൻസർ ഓപ്ഷൻ എ ആണ്, റൈറ്റിംഗ് ആണ് വരുന്നത്. 68 വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെൻറ്റ്. ഡോർമെൻറ്റിൻ്റെ മീനിങ് എന്താണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഇൻആക്റ്റീവ് ആണ് വരുന്നത്. 69 ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ മോർണിംഗ്. ആൻസർ ഓപ്ഷൻ ബി ഹോട്ടർ ആണ്. 70 നത്തിങ് വിൽ ഹാപ്പൻ
ക്വസ്റ്റ്യൻ മാർക്കാണ്. നത്തിങ് വിൽ ഹാപ്പൻ ഡാഷ് വിൽ ഇറ്റ് ആണ് വരുന്നത്. നത്തിങ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മീനിങ് വരും, അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് വന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ ഇനി മലയാളമാണ് വരുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദം ഓപ്ഷൻ എ ആണ്, അഗാധതയാണ് വരുന്നത്. 72ാമത്തെ ക്വസ്റ്റ്യൻ ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ്? ഹൃദ്യസ്ഥമാക്കുക എന്നാണ്. ലേൺ ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദ്യസ്ഥമാക്കുക. അപ്പോൾ 72 ആൻസർ ഓപ്ഷൻ ഡി, ഹൃദ്യസ്ഥമാക്കുക. 73ാമത്തെ ക്വസ്റ്റ്യൻ ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആജന്മം എന്നാണ് വരുന്നത്. 74 മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഹരിണമാണ്. 75 ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ആൻസർ ഓപ്ഷൻ സി, ശിഷ്ടനാണ്. 76 വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ സി, പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്നാണ്. 77 തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരുന്നു? ആൻസർ ഓപ്ഷൻ എ, തീക്കനലാണ് വരുന്നത്. 78ാമത്തെ ക്വസ്റ്റ്യൻ നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, നായികയാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വാണിയാണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അധ്യാപകന്മാരാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി ഇത് അസിസ്റ്റൻറ്റ് കമ്പൈലർ ഇൻ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സാം ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് കുറച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി, 32 ആണ് വരുന്നത്. 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി, 9.6 ആണ് വരുന്നത്. 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 25 ആണ് വരുന്നത്. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 22 ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1/2 ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 11 ആണ്, 11 ആണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 590 ആണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 3 ആണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 7 ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 360 ആണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 37 ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 161 ആണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 12 ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 7 ആണ്. 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1 ആണ്. 1 വരുന്നത്. 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1ഉം 2ഉം ശരിയാണെന്നാണ്. 97ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 1/4 ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 1/7 ആണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 75% ആണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 0 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് കമ്പൈലർ ഇൻ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ 10th ലെവലുമായിട്ടൊക്കെ ബേസ് ചെയ്തുള്ള GK പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ലിബറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് GK പാർട്ടിയിൽ നിന്നെല്ലാം ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷും മലയാളവും വലിയ അത്യാവശ്യം ടഫില്ലായിരുന്നു. അപ്പം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം ഈ എക്സാം എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ ഈ വീഡിയോ കാണുന്നവർ തന്നെ നിങ്ങളൊന്ന് പറയണം ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു അഭിപ്രായം. വീഡിയോ കാണുന്നവരെന്ന് നമ്മുടെ ക്ലാസ് കാണുന്നവരെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ ഈ എക്സാം എഴുതിയിട്ടുള്ളവരാണ് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ സുപ്രധാന നിയമങ്ങളുടെ വിവരാവകാശ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. മാക്സിമം നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക, LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഡെയിലി ക്ലാസ് ഇടുന്നുണ്ട്. അതുകൂടെ നമ്മുടെ കറണ്ട് അഫെയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ സുപ്രധാന നിയമത്തിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ വിവരാവകാശം ഉപഭോക്തൃ സംരക്ഷണ നിയമം സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, വളരെ ലളിതമായിട്ട് തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ മാക്സിമം നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സൂടെ കാണാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വരുന്ന സപ്പോർട്ടാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറോടെ ചെയ്യുക. LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തോടെ കൊടുക്കുക. അപ്പോൾ ഈ എക്സാം എഴുതിയ ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായവും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ താങ്ക് യു ഓൾ.